ഈശോയോട് പറയണം, ഈശോ എനിക്ക് പഠിക്കാൻ ഇത്രയും ബുദ്ധിയുള്ളൂ, എനിക്ക് ഇത്രയും ഓർമ്മശക്തിയുള്ളൂ. നമ്മുടെ ഒരു കുറവായിട്ടാണ് നമ്മളത് കാണുന്നത്. ആ കുറവിനെ ഈശോയുടെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത്, വേറെ ആരുടെ കയ്യിലോട്ടല്ല, ഈശോയുടെ കയ്യിലേക്ക്. 5 അപ്പവും 2 മീനും ഉള്ളൂ. ദിസ് ഈസ് റിയാലിറ്റി. ഇതുകൊണ്ട് എന്താവാനാണ് അന്ത്രോസിലേക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരുടെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത്? ഈശോയുടെ കയ്യിലോട്ട്. ഇനി എന്താവാനുള്ളതാണെന്ന് അവൻ കാണിച്ച്, എനിക്ക് ഇത്രേ ബുദ്ധിയുള്ളൂ, എനിക്ക് ഇത്രേ കഴിവുള്ളൂ, എന്റെ മുമ്പിൽ ഇത്രേ സമയമുള്ളൂ, എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, എന്റെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ്, എന്റെ കുടുംബം ഇങ്ങനെയാണ്, ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് ആരുടെ കയ്യിലോട്ടാണ് കൊടുക്കണേ? ഈശോയുടെ കയ്യിലോട്ട്. അത് ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കാൻ നമുക്ക് വലിയൊരു മധ്യസ്ഥനാണ് വിശുദ്ധ അന്ത്രയോസ്ലീഹ. നമുക്ക് ഉള്ള കുറവുകളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാൻ. ചിലപ്പോൾ നമുക്കൊന്ന് വിട്ടുകൊടുക്കാൻ, കർത്താവെ നിരാശപ്പെട്ടിരിക്കാൻ 1000 കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സങ്കടപ്പെടുമായിരിക്കും. പക്ഷെ നമുക്കിന്ന് പ്രത്യേകമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഈ ടോക്ക് കേൾക്കുമ്പോൾ, അന്ത്രയോസ്ലീഹയെ കുറിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ത്രയോസ്ലീഹയിലൂടെ നമ്മുടെ എല്ലാ കുറവുകളും, കുറവെന്ന് നമ്മൾ കരുതിയ നമ്മുടെ 5 അപ്പവും 2 മീനും എല്ലാ സങ്കടങ്ങളും ഈശോ കൊടുക്കുന്നത് ഈശോയുടെ കയ്യിലോട്ടാണ്.